മറിമായം. ഒരു 50,000 കടം തരുക. 50,000 റുപ്യ? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? 1000 2000 ഒരു അത്യാവശ്യ കാര്യത്തിനാണ്. എവിടുന്ന് 50,000 ഒക്കെ? 30,000 തരുക. ഒരു പണിയും തുറയില്ലാത്ത നിങ്ങൾക്ക് കാരം 30,000 തരും. ഒന്നും ഉണ്ടാവും. 10,000 തരുക. ഒന്ന് പൊയ്ക്കാവുന്ന പറഞ്ഞിട്ട് പോലും ഭാവേ ഒരു 50,000 കടം തരുക. എത്ര? ഒരു 50,000. 50,000 രൂപ? നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് 50,000 കയ്യിലുള്ള ആളെ കണക്ക് തോന്നണുണ്ടോ? നീ നല്ല ഷർട്ടും നല്ല കാത്തിൽ ഉണ്ടല്ലോ. ഒരു 25,000 തരുടാ. എന്റെ ഒന്നുമില്ല. ഒന്നിനോട് ചോദിച്ചാലും കിട്ടുന്നില്ല. ആ ആര് ആ ഒരു 50,000 കടം തരുവാ. നീ എവിടെ പോയി കിടക്കാണ് പകല് മുഴുവൻ? ഒരു നേരത്തും ഓൺലൈനിൽ കാണാനില്ലല്ലോ. ഏട്ടനെ അറിയാവുന്നതല്ലേ, എനിക്കിവിടെ അങ്ങനെ ഫ്രീഡം ഒന്നും കിട്ടാറില്ല സംസാരിക്കാനായിട്ട്. ഇപ്പൊ തന്നെ ഞാൻ ആരും കാണാണ്ട സംസാരിക്കണേ. എനിക്ക് ഫ്രീഡം ഉണ്ടായിട്ടാണ്. ഇപ്പൊ വൈഫ് കുളിക്കാൻ പോയ നേരത്താണ് നിന്നെ ഞാൻ വിളിച്ചോണ്ടിരിക്കണത്. കേക്കോ സംസാരിക്കണത്? ഇല്ല, അതൊരു 1-2 മണിക്കൂർ എടുക്കും. വെറുതെ തേച്ചൊരച്ച് കുളിക്കാന്നേ ഉള്ളു, കാര്യമൊന്നുമില്ല. നിന്നെ കിട്ടിയ പിന്നെയാണ് അവളേക്ക് എടുത്ത് കിണറ്റിലിടാൻ എനിക്ക് തോന്നണത്. ദമയോ, ഞാനൊരു കാര്യം പറയട്ടെ? ഭയങ്കര ഗ്ലാമറാണ് താൻ. ഞാൻ അത്ര ഗ്ലാമറൊന്നുമല്ല. എനിക്കിപ്പോ നീ വന്നേ പിന്നെ നിന്നെ കണ്ടുകൊണ്ടേ ഇരിക്കണം, സംസാരിച്ചോണ്ടേ ഇരിക്കണം. ബാക്കി എല്ലാവരോടും എനിക്ക് ദേഷ്യമാണെന്ന്. ഈ ലോകത്ത് എന്ത് നടക്കണ്ടെന്ന് പോലും എനിക്കറിയാൻ പാടില്ല സത്യത്തില്. ഞാൻ എൻ്റെ ഭാര്യനോട് മുണ്ടിയിട്ട് എത്ര ദിവസമായി നിന്നെ പരിചയപ്പെട്ടേ പിന്നെ ഇവിടെ കാണുന്ന കല്യാണ് എനിക്ക്. നമ്മളെ ദൈവം കൂട്ടിച്ചേർത്തതായിരിക്കുള്ളൂ അല്ലേ? ഞാൻ ആലോചിക്കായിരുന്നു എന്താണ് ഇത്രയും കാലം വൈകിയെന്ന് നമ്മ പരിചയപ്പെടാൻ. എന്താ നീ ഒന്നും മിണ്ടാത്ത? അവിടെ ആരെങ്കിലും ഉണ്ടാ? ഇല്ല, ആരുമില്ല. എനിക്കെന്താ പറയണ്ടേന്ന് അറിയില്ല. ഞാൻ റേഞ്ചറുള്ളോടത്തോട്ട് നീങ്ങക്ക്, എന്തോ ക്ലിയർ അല്ല. ആ അതേ, പറയാനുള്ളത് വേഗം പറഞ്ഞു തീർക്കണം. വൈഫ് ഇപ്പൊ വരും. ഞാൻ അവക്കൊരു പോലീസ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് കിളിങ്ങണത്. വരണ കേൾക്കുമ്പോ എനിക്ക് ശബ്ദം കേൾക്കാം. അപ്പൊ ഞാൻ കട്ട് ചെയ്യൂ കേട്ടാ. പിന്നെ ദമയോ, ഈ വീഡിയോ കോൾ മാത്രം ചെയ്തോണ്ടിരുന്നിട്ട് എന്തായാലും നമുക്കൊന്ന് നേരിട്ട് കാണണ്ടേ? എനിക്കും കാണണമെന്നുണ്ട്, പക്ഷേ എനിക്കിവിടുന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. നീ എന്തേലും നുണ പറഞ്ഞൊന്ന് ചാട്. നമുക്ക് മൂന്നാറ് പോകാം. മൂന്നാറ് പോയിട്ട് ആ കുന്നിന്റെ മുകളില് മഞ്ഞത്ത് നിന്റെ മടിയിൽ എനിക്കൊന്ന് കിടന്നു കുറച്ച് കാര്യങ്ങൾ പറയണം. മഞ്ഞത്ത്? വന്നിണ്ടെന്ന് തോന്നുന്നുണ്ട്. അതേ, നീ വിളിച്ച് സമയവും ഇതും പറഞ്ഞാൽ മതി, ഞാൻ വന്നോളാം കേട്ടാ. കിലുക്കം കേക്കണ്ട്, കിലുക്കം വന്നുണ്ട്. നമ്മുടെ അവിടെ വന്നുണ്ട്. കട്ട് ചെയ്തോ. ആ ദമയോ, ഇവിടെ എത്തിയോ? ഞാൻ നീ പറഞ്ഞ വീടിന്റെ ദമയോ ഞാൻ താഴെ മുകളിലേക്ക് വരണ. നമസ്കാരം. കൊലപാതക പരമ്പര നടത്തിയ കില്ലർ ഉണ്ണിരാജെ കേട്ടിട്ടുണ്ടായി? സോറി, ഞാനാണത്. ഉണ്ണി, വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഇങ്ങനെ ഭീഷണിപ്പെടുത്തില്ല, അവിടെ ഇരിക്കേ. പോയിക്കോളാം സാറേ. മിസ്റ്റർ പ്യാരിജാതൻ ഇരിക്കും അവിടെ. നമ്മളെ സ്വന്തം ദമയവിന്റെ വീടല്ലേ, അവിടെ ഇരിക്കേ. എന്താ ഉണ്ണി ഇത്? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറണ്ടേ?
സാറേ ഞാൻ പോയിക്കോളാം സാറേ. ഇല്ല അങ്ങനെ വന്നിട്ട് അങ്ങനെ അങ്ങ് പോരുതേ. കുടിക്കാൻ ചായ വേണോ, അതോ കാപ്പി വേണോ, അതോ ഫ്രഷ് ജ്യൂസ് വേണോ, സോഫ്റ്റ് ഡ്രിങ്ക്സ് വേണോ, അതോ ഇനി മദ്യം വല്ലതും വേണോ, ഐസ്ക്രീം ആയാലോ? വേണ്ട സാറേ, വേണ്ട. ഒരബദ്ധം പറ്റിയ ഞാൻ പോയിക്കോളാം സാറേ. എന്താ പറ്റും? അറിയാതെ വന്നതാണ് സാറേ. മേലുണ്ടാവൂല. 3 കൊലപാതകം നടത്തിയവനാ. 4 മർഡർ. അറിയാ എനിക്ക്? അപ്പൊ പ്യാരിജാതൻ വഴിതെറ്റി വന്നതാണല്ലേ? വിളിച്ചിട്ട് സാറേ. ആര് വിളിച്ചു? ദമയന്തി. ഡീ ദമയന്തി, ദേ നിന്നെ കാണാൻ നളൻ വന്നിരിപ്പുണ്ട്, ഇങ്ങോട്ട് വാ. വിളിക്കണ്ട സാറേ. അതെന്താ? ഹലോ, എന്താണ് പരിചയമില്ലാത്ത പോലെയൊക്കെ സംസാരിക്കുന്നത്? ഇവരൊക്കെ അല്ല, ഞങ്ങളാരാന്നറിയില്ല അല്ലേ? ഇത് ദമയന്തിയുടെ ഒരേ ഒരു ആങ്ങള ഉണ്ണി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില കേസൊക്കെ ആയിട്ട് ജയിലിൽ പോവും. ഞാൻ മന്മഥൻ. പറഞ്ഞു വരുമ്പോ അവളുടെ ഭർത്താവായിട്ട് വരും. അപ്പൊ നീ വിളിച്ചിട്ടാ വന്നത്? അല്ലല്ല, എന്നെ കാണാൻ കൊതിയായിട്ട് വന്നതാ. ഓ ഉണ്ണിയേ, അവന്റെ ആ കണ്ണട ഒന്ന് മാറ്റിക്കൂടെ, അവൻ നേരെ കാണട്ടെ, കണ്ട് കൊതി തീരട്ടെ. മാറ്റിക്കോ. വേണ്ട സാറേ. ആ വടാ, നോക്കടാ, മൂത്ത് നോക്ക്. സാറേ ഞാനല്ലേ, ഇയാളാണ് എനിക്ക് മെസ്സേജ് വിട്ടത് ആദ്യം. ആഹാ, അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാ അപ്പൊ റിപ്ലൈ കൊടുക്കോ? ചേട്ടാ, എവിടെ നിങ്ങൾ എവിടെ ടൂർ പോവാന്ന് പറഞ്ഞ? എവിടെ? മൂന്നാർ. ആ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇറങ്ങിയാലോ എല്ലാവരും കൂടെ, എല്ലാവരും കൂടെ ഇറങ്ങിയാലോ മൂന്നാറ്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവന്റെ ഭാര്യനെയും കൂടെ കൂട്ടാം. സാറേ നാണം കെടുത്തരുത്, വൈഫും അച്ഛനും ഒക്കെ ഉള്ള വീട്ടില്. നാണം കെടാൻ ഇപ്പൊ ഒന്നും ആയിട്ടില്ല. നമ്മൾ നിന്റെ ചാറ്റൊക്കെ ഉണ്ടല്ലോ, നിന്റെ ചാറ്റ് ഹിസ്റ്ററി, അതെല്ലാം ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും വിടാം, ഇല്ലേ? ഫേസ്ബുക്കിൽ ഇടാം. അപ്പൊ നിന്നെ അറിയാന്നുള്ളവർ, നിന്റെ ബന്ധുക്കളൊക്കെ നിന്നെ ഒന്ന് മനസ്സിലാക്കും. സാറേ ഞാൻ കാല് വിളിക്കാം സാറേ. അല്ല, എന്താ നീ പറയുന്നത്? നിന്റെ ചിരി കാണാൻ നല്ല മടി കിടന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ അല്ലേ? അതൊരു മൂടായപ്പോ അങ്ങനെ പറഞ്ഞു പോയതാണ്. എടാ, ഞങ്ങളിപ്പോ നല്ല മൂടാണ്, നമുക്ക് തുടങ്ങിയാലോ? മേലാലും ഉണ്ടാവൂല, ഞാൻ പോയിക്കോളാം. മാപ്പു. അല്ല കുഴപ്പമില്ല, നീ ഇപ്പൊ പറഞ്ഞില്ല, നീ ഇപ്പൊ ചെയ്തത് വലിയ മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ എല്ലാം ആമ്പിള്ളേരും ചെയ്യും, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇതുപോലെ. പറ്റിപ്പോയി സാറേ. സാറേ വെറുതെ ബോറടിക്കുമ്പോ ഒരുത്തരം വെട്ടിക്കൊന്നവനാണ് ഞാൻ. പിന്നെ വേണ്ടെന്നേ, പിന്നെ അവളുടെ കുറെ സമയം നീ പാഴാക്കിയില്ലേ? അപ്പൊ എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് എന്ത് വേണടി, നീ പറ. സാറേ ഒന്നും വേണ്ട സാറേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഫോണും കൈകൊണ്ട് തൊടൂല. അല്ല പ്യാരിജാത, നീ ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞാ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നിനക്ക് വീണ്ടും തുടങ്ങും സൂക്കേടും. ഇല്ല സത്യം പറയടോ, ഞാൻ വരില്ല. ഇതിനെ പിടിക്കണേ? നമ്മള് സാധാരണ ഒരു 8 അല്ലേ മേടിക്കണേ. ആ, ഇയാളായതുകൊണ്ട് നമുക്കൊരു 5 ഒതുക്കാം. ആടാ ഭാഗ്യമാണ്, അവൾ 5 ചോദിച്ചോളൂ കേട്ടോ. ഒരു 5 ലക്ഷം രൂപ. അയ്യോ എന്റെ പൈസ ഇല്ല സാറേ. എന്റെ എന്താ നീ പറയണ? എന്റെ പൈസ ഇല്ല. അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. പൈസ 25 ലക്ഷം രൂപയുടെ FD, പിന്നെ 50 ലക്ഷത്തിന്റെ വീട്, ദുബായില് ഭാര്യക്ക് ജോലി. കയ്യിന്നിട്ടതാണ്. അതെ, നീ ഒരു കാര്യം ചെയ്യും, വൈഫ് ഗൾഫിലാണല്ലോ അല്ലേ? നല്ലൊരു വീട് വെച്ചോണ്ടിരിക്കല്ലേ? എത്ര 50, 60, എത്ര ലക്ഷം രൂപ? 55. ലോണാണ് സാറേ. അത് കുഴപ്പമില്ല, നീ ആ കൂട്ടത്തില് ലോണിന്റെ കൂടെ ഒരു 5 ലക്ഷം രൂപ ലോണും കൂടെ അങ്ങ് ഇല്ല സാറേ, മേലാലുണ്ടാവൂലേ സാറേ, മേലാലുണ്ടാവൂല. ഞാൻ എല്ലാവരും കാല് പിടിച്ച് മാപ്പി വയ്ക്കും. പറ്റിപ്പോയി സാറേ. പറയണോ മോനെ, നടുറോട്ട് പട്ടി കടിക്കാൻ വന്നപ്പോ പട്ടിയെ കൊട്ടോട്ട് ഉടമസ്ഥർ പോയി വെട്ടിയവരാണ്.